ചില വീടുകളിലൊക്കെ തന്നെ, അതായത് അബാൻഡൻഡ് ആയിട്ടുള്ള വീടുകളൊക്കെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീൽ കിട്ടില്ല. പക്ഷേ ഈ ഒരു വീട്ടിൽ നമ്മൾ അസമയത്ത് കയറി ചെന്നപ്പോണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഭയങ്കര സൗണ്ടും ശബ്ദവും, ഒരു റൂമിൽ തന്നെ അടച്ചിട്ടൊരു റൂമാണ്, പക്ഷെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെ ഒരു സാധനങ്ങൾ എടുത്തപ്പോൾ, അതൊരു ടൈപ്പ് റെക്കോർഡ് അവിടെ പഴയതുണ്ട്, അത് എടുത്തപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ എനിക്ക് വരാൻ തുടങ്ങിയത്, ഇങ്ങനെ ചിന്തിക്കാൻ. പക്ഷെ അത് താഴെ വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ശബ്ദമില്ല. പക്ഷെ വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോർ തുറന്ന് ഉള്ളിൽ കയറി ആ ഒരു ടേപ്പ് റെക്കോർഡ് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അപ്പം തന്നെ അടുത്തുള്ള ആ ഒരു റൂമിൽ നിന്ന് ഭയങ്കരമല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ ഡോറിന് തട്ടുവാണോ അതോ ഭിത്തിക്കിട്ട് ചവിട്ടണോ എന്നറിയില്ല, ജെർക്കാവുക, വീട് മൊത്തം വിറയ്ക്കുന്ന ഒരു പുറത്തേക്ക്. പല റൂമിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടുക. ഓരോ റൂമിൽ ചെല്ലുമ്പോഴും വ്യത്യസ്ത അപ്പുറത്തെ റൂമിനാന്ന് തോന്നും, ഈ റൂമിൽ ചെന്നപ്പം ഈ തൊട്ടടുത്തുള്ള റൂമിനാന്ന് തോന്നും. അങ്ങനെ അവിടെ പാസ് ചെയ്യുന്നതോറും മാറിയാണ് ശബ്ദം വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വീട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു 3ാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീട്ടിൽ രാത്രി കാലങ്ങൾ, അതും 2 മണിക്കൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിലുണ്ടായ അനുഭവങ്ങൾ കറക്റ്റായിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കാണുന്ന വിഷ്വലൊക്കെ തന്നെ അത്രയും അപകടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും.